ഹായ്, വലിയ കഥയൊന്നും പ്രതീക്ഷിക്കാതെ കുറെ കിട്ടിലൻ മാസ് രംഗങ്ങളും കിട്ടിലൻ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു സിനിമ ഹോം തിയേറ്ററിലൊക്കെ ഇട്ട് കണ്ട് അടിച്ചു പൊളിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സിനിമയാണ് ഡാക്കു മഹാരാജ് എന്നുള്ളത്. ഈ ഒരു സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ചിത്രം തെലുങ്ക് ചിത്രമാണെന്നറിയാം, പക്ഷേ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ തമിഴ്, മലയാളം അങ്ങനെ പാൻ ഇന്ത്യൻ ലാംഗ്വേജസിലൊക്കെ അവൈലബിൾ ആണ്. എന്തായാലും ഈ ഒരു സിനിമ ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, മലയാളം ഡബ്ബിംഗ് ഉപയോഗിച്ചാണ് കണ്ടത്. ഈ ഒരു സിനിമയുടെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സിനിമയുടെ ഒരു പ്രമേയം ഇതാണ്. നമ്മുടെ ചിത്രത്തിലെ ഒരു കുട്ടി കഥാപാത്രം, ആളുടെ പേരെന്നുള്ളത് വൈഷ്ണവി എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു കൊച്ചിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് നമ്മുടെ ചിത്രത്തിലെ നായകനായിട്ടുള്ള ഡാക്കു മഹാരാജ അറിയുകയാണ്. അദ്ദേഹം ജയിലിലാണ്. എന്തായാലും ഈ കുട്ടിയുടെ ജീവൻ അപകടത്തിലാണെന്ന് അറിയുന്ന ആ ഒരു തൽക്ഷണം തന്നെ ജയിലിൽ നിന്നും എസ്കേപ്പ് ആണ് ഈ ഒരു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ഈ കുട്ടിയായിട്ടുള്ള നായകൻ്റെ കണക്ഷൻ അല്ലെങ്കിൽ ഡാക്കു മഹാരാജിൻ്റെ കണക്ഷൻ എന്താണ്, കുട്ടി ആരാണ്, എന്താണ് അപകടത്തിലാക്കുന്നത് എന്നൊക്കെ തന്നെ കാണിച്ചു തരുന്നതായിരുന്നു സിനിമയുടെ പ്രമേയം എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഒരു ബാലയ്യ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അത് കാണാൻ വേണ്ടി പോകുന്ന ഒട്ടുമുക്കാൽ പ്രേക്ഷകരും അതിൻ്റേതായിട്ടുള്ള ഒരു മൈൻഡൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അത് വലിയ ലോജിക്കൊന്നും നോക്കാറില്ല, വലിയ കഥയൊന്നും നോക്കാറില്ല. എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, കിട്ടിലൻ മാസും അദ്ദേഹത്തിൻ്റെ സ്വാഗും അല്ലെങ്കിൽ കിട്ടിലൻ ടെക്നിക്കൽ ക്വാളിറ്റി ഇതൊക്കെ ആയിരിക്കും. അങ്ങനെ നോക്കി കാണുമ്പോഴത്തേക്ക് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഡാക്കു മഹാരാജ് നൽകുക. പ്രധാനമായിട്ട് പറയേണ്ടത് ബാലയ്യയുടെ കാര്യം തന്നെയാണ്. കിഡുമായിട്ടാണ് അദ്ദേഹം ആ ഒരു ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാലോ, കിഡുമായിട്ടുള്ള സ്വാഗും അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു എനർജറ്റിക് പെർഫോമൻസും അതൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിനുള്ളിലും മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു സ്ഥിരം ബാലയ്യ ക്യാരക്ടർ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരുന്നു എന്നും പറയാൻ സാധിക്കും, എന്നാൽ അല്ലെന്നും പറയേണ്ടിയിരിക്കുന്നു. അതെന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കും. അത് കേവലം ഒരു മാസ് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ, കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ ഒരു ബാലയ്യ സിനിമാ പ്രേമിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലൂടെ ഒരു വേറിട്ട എക്സ്പീരിയൻസും ഈ ഒരു ചിത്രം സമ്മാനിക്കും എന്നുള്ളത് തന്നെയാണ് വസ്തുത എന്നുള്ളത്. കൂടാതെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കുറച്ച് താരങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ ഷൈൻ റോജാക്കോ ഒക്കെ തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ബോബി ഡിയോളാണ് വില്ലനായിട്ട് എത്തുന്നത്. അതുപോലെ ഹീറോയിൻ ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രദ്ധ ശ്രീനാഥാണ്. ഇവരുടെയൊക്കെ പ്രകടനം അത്യാവശ്യം ഓക്കെ ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ആകെ കൂടി എനിക്കൊരു ഇച്ചിരി വെറുപ്പീരായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ വൈഷ്ണവി എന്ന് പറയുന്ന ഒരു കൊച്ചു ക്യാരക്ടറല്ലേ, ആ ഒരു കുട്ടിയുടെ മാത്രമാണ് എനിക്കൊരു ഇച്ചിരി വെറുപ്പീരായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഒന്നാമത് കുട്ടിത്തം നിറഞ്ഞ ക്യാരക്ടറാണെന്ന് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാലോ, സിനിമയിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ഓവറായിട്ട് ക്രിഞ്ചൊക്കെ അടിപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗ്സും ക്രിഞ്ച് പെർഫോമൻസും ഒക്കെ തന്നെ. അതൊക്കെയാണ് കുട്ടിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ മലയാളം ഡബ്ബിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിനേക്കാളും വലിയ ക്രിഞ്ച് സംഭവമാണ് കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ അത് ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അതുമാത്രമാണ് എനിക്ക് ഈ പ്രകടനങ്ങളിൽ വലിയൊരു ക്രിഞ്ചായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒന്നും പറയാനില്ല. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ, അതാണ് ഞാൻ ആദ്യമേ ഹോം തിയേറ്ററിൻ്റെ കാര്യമൊക്കെ മെൻഷൻ ചെയ്തത്. അത് ഒരു ഹോം തിയേറ്ററിലൊക്കെ നല്ല ത്തിലൊക്കെ ഇരുന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടെക്നിക്കൽ ക്വാളിറ്റി ആയിരുന്നു ചിത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. അത് ഇപ്പം വിഷ്വൽസ് ആകട്ടെ, സിനിമാറ്റോഗ്രാഫി കാഴ്ച, അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസ് ആകട്ടെ, എഡിറ്റിംഗ് വർക്ക് ആകട്ടെ, അതൊക്കെ തന്നെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് സിനിമയ്ക്കുള്ളിൽ ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തമൻ്റെ മ്യൂസിക് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അത്രയും കിട്ടുമായിട്ടാണ് പുള്ളി ആ മ്യൂസിക് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു പക്ക സ്റ്റൈലിഷ് സാധനമാണ്. അത് സ്റ്റാർട്ട് ടു എൻഡ് നമ്മൾ ശരിക്കും പറഞ്ഞിങ്ങനെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന് ബാലയ്യ, രണ്ട് ഈ ടെക്നിക്കൽ സപ്പോർട്ട് എന്നുള്ളൊരു കാര്യം. അങ്ങനെ മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, വലിയ കഥയും കാര്യങ്ങളൊന്നും നോക്കണ്ട. പക്ഷേ ഈ സിനിമയുടെ സംവിധായകൻ തീർച്ചയായിട്ടും ഒരു ബാലയ്യ സിനിമ എന്നുള്ള രീതിയിൽ കഥയ്ക്കുള്ളിൽ കുറച്ച് പുതുമകളൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്കും പ്രേക്ഷകർക്ക് ഇതൊരു യൂഷ്വൽ സബ്ജക്റ്റ് ആയിട്ട് മാത്രമേ തോന്നുള്ളൂ. കാരണം പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലീഷ ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ടെക്നിക്കൽ സപ്പോർട്ട് കൊണ്ടും ബാലയ്യയുടെ ആ ഒരു കിടിലൻ സ്വാഗൊക്കെ നിറഞ്ഞ പ്രകടനം കൊണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫീല് മൊത്തത്തിൽ നൽകുന്നുണ്ടെന്ന് സാരം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്തിരുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അഖണ്ഡ എന്നുള്ളത്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒത്തിരി സിനിമയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യം കാണുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അഖണ്ഡയാണ്. ഞാൻ അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ട്രോൾ സംഭവമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അഖണ്ഡ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് മാറിയിരുന്നു. കാരണം അതിലൂടെയും പ്രേക്ഷകരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഓവറായിട്ടുള്ള മാസിലൂടെയൊക്കെ തന്നെ ഇമ്പ്രസ് ചെയ്യിക്കാൻ സാധിക്കും. ജസ്റ്റ് നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന പോലെ ഒന്നോ രണ്ടോ സീക്വൻസുകൾ കണ്ട് നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താൻ പറ്റില്ലെന്ന് ഞാൻ ആ സിനിമയിലൂടെ മനസ്സിലാക്കിയതാണ്. എനിക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് വലിയ കഥയൊന്നും ഇല്ലെങ്കിലും ഒരുപാട് ഗൂസ് ബംസ് എന്ന കുറേ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും അത്രത്തോളം കുറേ ഗൂസ് ബംസ്, കുറേ മൊമെന്റ്സ് ഒക്കെ നൽകിയെന്ന് പറയത്തില്ല, അല്ലെങ്കിൽ പറയാൻ സാധിക്കില്ല. ബട്ട് ഒരു ഓക്കെ ഫീലാണ്. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ആക്ഷൻ ത്രില്ലർ സിനിമ എന്നുള്ള രീതിയിൽ നോക്കുകയാണെമ്പോഴത്തേക്കും കുഴപ്പമില്ല എന്നുള്ളൊരു ഫീൽ നൽകുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10/6. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ 18+ കണ്ടന്റ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ
രക്തച്ചൊരിച്ചിലുകൾ കൂടുതലാണ്. കാരണം വെട്ടുകൊത്ത്, കൊല, പിന്നെ തലയിറക്കുക, കൈയിറക്കുക, വിരലിറക്കുക എല്ലാ പരിപാടിയും കാണും. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ടാറ്റ.